തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിൽ. The headquarters of all activities, the violent activities of Communist Party, to please think, what is this record of the Communist Party? Why do we need to support them? Have they done anything good for the people? ഞാൻ ഈ അവസരത്തിൽ ഇത് നിങ്ങളോട് പറയുവാൻ കാരണം ഈ തിരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും ഈ അതിക്രമങ്ങളുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കണ്ണൂരിലെ ആളുകൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വിലയിരുത്തണം. ഈ റെക്കോർഡുകൾ, അതിക്രമത്തിന്റെ അക്രമങ്ങളുടെ ഈ റെക്കോർഡുകൾ ഇതിവിടെ തുടരണമോ വേണ്ടയോ എന്ന്. And I'm sure all this, I didn't take the name of our former candidate of 2014 election, Mohan Masterji. During his campaign too, he must have said all this to you. I repeat many of these points. But today, I want to highlight the hypocrisy of the left front here. 2014 ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ മോഹനൻ മാസ്റ്ററും ഇവിടെയുണ്ട്. ആ കാലത്തും ആ തിരഞ്ഞെടുപ്പ് വേളയിലും അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് CPM-ന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ കപടതയാണ് നിങ്ങളോട് പറയാനുള്ളത്. That's right, kabada praya. Saying of one thing outside and doing something else somewhere else. That's the character of communist, and you have a wonderful example this time. അവരുടെ കപടതയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ ഉദാഹരണമുണ്ട്. When the Congress party in Delhi, once upon a time national party, chose Sri Rahul Gandhi an alternative seat because he was not sure of Amethi. They said he is coming here because Wayanad is the gateway to south and therefore they have chosen it. But the hypocrisy of the Communist Party, which when it goes to Delhi and talks about national politics, says a secular front, we have all got to be together to defeat BJP. Do you know what? I'm sure all of you all know, but do you know what the left front leaders have said on Rahul Gandhi's coming to welcome it to Wayanad? ഇവിടെ അമേഠിയിലെ തോൽവി മണത്തപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയെ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു കവാടമായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ മതേതര സഖ്യകക്ഷികളാണ് എന്ന് പറയുന്ന ആളുകൾ ആ എല്ലാവരും എവിടെയുണ്ട്? ഇവിടുത്തെ ആ സഖ്യകക്ഷികളിൽ പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മുഖം എന്താണ്? അവരെന്താണ് ആ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പറഞ്ഞത്, അതിന്റെ നേതാക്കൾ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അത്യന്തം ചൂടുപിടിക്കുന്നു. ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണം നടത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. രാഹുൽ ഗാന്ധി, ഇപ്പോൾ നിർമ്മല സീതാരാമൻ, ഇനി വൈകുന്നേരമാകുന്നതോടെ അമിത്ഷാ കൂടി സംസ്ഥാനത്തേക്ക് എത്തും. നിർമ്മല സീതാരാമൻ കണ്ണൂരിൽ സംസാരിച്ചതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി BJP ദേശീയ അധ്യക്ഷൻ